എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. നമ്മൾ നാരായണീയം പഠിക്കുകയാണല്ലോ. രണ്ടാമത്തെ ദശകം തുടങ്ങി അതിലെ ആദ്യത്തെ ശ്ലോകം കഴിഞ്ഞു. അപ്പൊ ഭഗവാന്റെ കേശാദിപാദ വർണ്ണനയാണ് നമ്മൾ നോക്കിയത്. രണ്ടാമത്തെ ശ്ലോകത്തിലും ആദ്യത്തേതും രണ്ടാമത്തേതുമായിട്ടുള്ള ശ്ലോകത്തില് കേശാദിപാദ വർണ്ണനയാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. കേയൂരാംഗദ കങ്കണോത്തമമഹാ രത്നാങ്കുലീയാങ്കിതാ ശ്രീമദ്ബാഹു ചതുഷ്ക സങ്കതഗദാ ശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ചിതം. അപ്പൊ രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ഇതും ഭഗവാന്റെ കേശാദിപാദ വർണ്ണനയാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ കൗസ്തുഭം വരെയൊക്കെ പറഞ്ഞിരുന്നു അല്ലെ, കൗസ്തുഭത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ ഭഗവാന്റെ ശ്രീവത്സത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി അടുത്തതായിട്ട് ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? കേയൂരാംഗതം. കേയൂരം എന്നാൽ എന്താണ്? ഇതും ഭഗവാന്റെ വർണ്ണനയാണ് കേട്ടോ. ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുകയാണ്. ഭക്തന്റെ മനസ്സിൽ മറ്റ് ചിന്തകൾ ഏതുമില്ലാതെ ഭഗവത് സ്മരണ ഉണ്ടാവാനായിട്ട്, ആ ഭഗവാന്റെ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഈ കേശാദിപാദ വർണ്ണന എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിലും അത് കണ്ടിന്യൂ ചെയ്യാണ്. ഫസ്റ്റ് പറയണ എന്താണ്? കേയൂരാംഗത കങ്കണോത്തമം. അതായത് കേയൂരം എന്നാൽ എന്താണ്? തോൾവളകളാണ്. അങ്കദം എന്നാലോ കൈത്തണ്ടിലൊക്കെ കെട്ടുന്ന ആഭരണം. ഇനി കങ്കണം എന്നാൽ കൈവള തന്നെയാണ്. അത് മാത്രമല്ല, കേയൂരാംഗത കങ്കണം ഉത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗതഗത ശംഖാരി പങ്കേരുഹാം. അത് മാത്രല്ല, ഉത്തമ മഹാരത്നാങ്കുലീയ ഉണ്ട് ഭഗവാന്റെ കൈകളില്. അതായത് ശ്രേഷ്ഠമായിട്ടുള്ള മഹാരത്നങ്ങൾ പതിച്ചിട്ടുള്ള മോതിരാണ് അദ്ദേഹത്തിന്റെ വിരലിൽ കിടക്കുന്നത്. ഇനി ഇതുകൊണ്ടൊക്കെ അലങ്കരിക്കപ്പെട്ടവനാണ് ഭഗവാൻ. ഇനിയോ ശ്രീമത്തുക്കളായിട്ടുള്ള, അതായത് അദ്ദേഹത്തിന്റെ 4 തൃക്കൈകളിലും എന്തുണ്ടെന്നാണ് പറയുന്നത്? ശംഖ ചക്ര ഗദാ പത്മം. അപ്പോൾ ഭഗവാന്റെ ഈ ശംഖ്, ചക്രം, ഗദം, ഗദാ, പത്മം എന്നൊക്കെ പറയുന്നത് ഇത് ഭഗവാന്റെ ആയുധങ്ങളാണ്. പക്ഷെ പത്മം ഒരിക്കലും അദ്ദേഹത്തിന്റെ ആയുധമല്ല. എങ്കിലും ഇദ്ദേഹത്തെ ഈ 4 കൈകളിലായിട്ട് ഇദ്ദേഹത്തിന്റെ ആയുധങ്ങളായിട്ടുള്ള ശംഖുണ്ട്, ചക്രമുണ്ട്, ഗദയുണ്ട്, അടുത്തത് പത്മവുമുണ്ട്. ഇനി അടുത്തത് എന്താണ് പറയുന്നത്? കാഞ്ചന കാഞ്ചിലാഞ്ചി തലസത് പീതാംബരാലംബിനിയും. അതായത് കാഞ്ചന കാഞ്ചിയാൽ, കാഞ്ചനം എന്നാൽ എന്താണ്? സ്വർണമാണ്. അപ്പൊ സ്വർണമയമായിട്ടുള്ള അരഞ്ഞാണാണ് അദ്ദേഹത്തിനുള്ളത്. ഇനിയോ ലാഞ്ചിതമായിട്ട്, അതായത് എന്താ പറയാ, അതിങ്ങനെ ലസിക്കാണ്. പീതാംബരത്തെ അണിഞ്ഞിട്ടുള്ള ആ പീതാംബരത്തിന്റെ മേലെ ആയിട്ട് എന്തുണ്ടെന്നാണ് പറയുന്നത്? പീതാംബരം എന്നാൽ എന്താണ്? ആ മഞ്ഞപ്പട്ടാണ്. ആ മഞ്ഞപ്പട്ടിന് മേലെയായിട്ട്, ആ മഞ്ഞപ്പട്ട് വളരെ മനോഹരമായിട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന്റെ മേലെയായിട്ട് സ്വർണം കൊണ്ടുള്ള ഒരു അരഞ്ഞാണം കാണാം. അതിങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരത്തില് വെട്ടിത്തിളങ്ങാണ്. വിമലാംബുജദ്യുതിപദാം. വിമലം എന്നാൽ എന്താണ്? വളരെ നിർമ്മലമായിട്ടുള്ള. അംബുജദ്യുതിപദാം, അതായത് അംബുജത്തിന്റെ ദ്യുതി, ശോഭയുള്ള പദാം, പാദങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാനെ. കാഞ്ചിത്, എങ്ങനെയാണ് വർണ്ണിക്കാനാകാത്തത്? എങ്ങനെ വർണ്ണിക്കാം? ആർത്തിച്ചിതം മൂർത്തിം. അതായത് ഭഗവാൻ എന്താണ്? ആർത്തിച്ചിതം, ആർത്തികളെയെല്ലാം നശിപ്പിക്കുന്ന ഒരാളാണ്. ആർത്തികൾ എന്നാൽ എന്താണ്? നമ്മുടെ കാമനകൾ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ആഗ്രഹങ്ങള്, അതിനെയെല്ലാം നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള മൂർത്തിയെ ആലംബേ, ഞാൻ ആശ്രയിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ 4 തൃക്കൈകളിലുള്ള വളകളെ പറ്റി പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? കേയൂരം, അങ്കദം, കങ്കണം അല്ലെ, തോൾവളകളുണ്ട്, കൈത്തണ്ടിൽ കെട്ടുന്ന ആഭരണം ഉണ്ട്, പിന്നെ കങ്കണം, കൈവളകളുണ്ട്. അത് മാത്രമല്ല, കൈകളില്, വിരലില് മഹാരത്നങ്ങൾ പതിച്ചിട്ടുള്ള മോതിരണ്ട്. ഇനി അദ്ദേഹത്തിന്റെ 4 കൈകളിൽ, തൃക്കൈകളിലായിട്ട് ശംഖ ചക്ര ഗദാ പത്മങ്ങളുണ്ട്. ഈ ശംഖചക്ര ഗദാ പത്മങ്ങൾ എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ശംഖം എന്നാല് ഭക്തജനങ്ങളെ ആ ശംഖ നാദത്തിലൂടെ തന്നിലേക്ക് ആകർഷിക്കുകയാണ് ഭഗവാൻ. ഭഗവാൻ അവരെ ക്ഷണിക്കുകയാണ്, ഇങ്ങോട്ട് വരൂ,
ഞാനിവിടെയാണുള്ളത്, എൻ്റെ അടിയിലേക്ക് വരൂ എന്ന് പറഞ്ഞ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഇനി അടുത്തത് പത്മം എന്ന് പറയുന്നത് എന്താണ്? ഭഗത്തിൻ്റെ പ്രതീകമാണ് പത്മം. ഭഗം എന്നാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഫസ്റ്റ് ദശകത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു 6 ഭഗങ്ങളും തികഞ്ഞവനാണ് ഭഗവാൻ. ഏതൊക്കെയാണ് 6 ഭഗങ്ങൾ? ഐശ്വര്യം, വീര്യം, കീർത്തി, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഈ 6 ഗുണങ്ങളോടും കൂടിയിട്ടുള്ളതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭഗത്തിൻ്റെ പ്രതീകമായിട്ടാണ് പത്മത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 6 ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ഈ പത്മത്തിനെ ഭഗവാൻ ആർക്കാണ് നൽകുന്നത്? ഭക്തന് കൊടുക്കാണ്. അപ്പോൾ 6 ഭാഗങ്ങൾ ആർക്കൊക്കെ കിട്ടുന്നു അവരെല്ലാം ഭഗവാനാകുന്നു. അപ്പം നമ്മൾ പറയില്ലേ, ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ മോക്ഷം നൽകുമ്പോൾ, നമ്മൾ വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള എല്ലാവരും എങ്ങനെയാണെന്നാണ് പറയുന്നത്? ഭഗവാന്റെ ആ ഒരു സ്വരൂപത്തോടു കൂടിയവരെയാണ് നമുക്ക് വൈകുണ്ഠത്തിൽ കാണാൻ സാധിക്കുക. ആ ശംഖചക്ര ഗദാപത്മങ്ങളോട് കൂടിയിട്ടുള്ള, എന്നാൽ ശ്രീവത്സം മാത്രം ഉണ്ടാവില്ല അവർക്ക്, അല്ലേ? മറ്റെല്ലാവരും ഭഗവാന്റെ അതേ സ്വരൂപത്തോട് കൂടിയിട്ടാണ് നമുക്ക് മോക്ഷം കിട്ടി വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാന്റെ അതേ സ്വരൂപം തന്നെയാണ് നമുക്ക് ലഭിക്കുക എന്ന് പറയും, ഇല്ലേ? അപ്പോൾ ഈ 6 ഭാഗങ്ങളും കിട്ടുന്നവർക്ക് അവർ എങ്ങനെയായി തീരുന്നു എന്നാണ് പറയുന്നത്? സ്വയം ഭഗവാനെ പോലെ ആകുന്നു. ഇനി അത് മാത്രമല്ല, ഭഗവാൻ എന്തുണ്ടെന്നാണ് പറയുന്നത്? പീതാംബരം. പീതാംബരം എന്നാൽ മഞ്ഞപ്പട്ട്. അത് മനോഹരമായിട്ട് ഞൊറിഞ്ഞൊടുത്തിരിക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു അരഞ്ഞാണം, അത് മധ്യത്തിൽ അങ്ങനെ ശോഭിക്കുകയാണ്. ആ പീതാംബരത്തിന് താഴെയുള്ള അദ്ദേഹത്തിൻ്റെ പത്മപാദങ്ങൾ, നിർമ്മലമായ പത്മം പോലെയുള്ള ശോഭയുള്ള പാദങ്ങൾ, അത് ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രതീകമാണ് എന്ന് നമുക്ക് കാണാം. ആരാണോ ഭഗവാന്റെ പത്മപാദങ്ങളെ ആശ്രയിക്കുന്നത് അവരുടെ ദുഃഖങ്ങളെയെല്ലാം ഭഗവാൻ ശമിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള വിഗ്രഹത്തെ നമുക്ക് ആശ്രയിക്കാം എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇവിടെ ഓരോ അദ്ദേഹത്തിൻ്റെ ഈ ഗദയാണെങ്കിലും ശംഖാണെങ്കിലും സുദർശനാണെങ്കിലും ഇതിനെല്ലാം ഓരോരോ തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഗദ പ്രാണതത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്, ശംഖ് ജലതത്വത്തെ സൂചിപ്പിക്കുന്നു, സുദർശനം അദ്ദേഹത്തിൻ്റെ തേജസ്സാണ്, പത്മമാണെങ്കിലോ 6 ഗുണങ്ങൾ 6 ഭഗങ്ങളെ സൂചിപ്പിക്കുന്നതാണ്, കൗസ്തുഭം ഭഗവാന്റെ ആ ജീവചൈതന്യത്തിൻ്റെ, അതായത് അതിൻ്റെ കാന്തി കൊണ്ടാണ് ശ്രീവത്സം പോലും പ്രശോഭിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കൗസ്തുഭം ജീവചൈതന്യത്തെ സൂചിപ്പിക്കുന്നു. ഇനി ഭഗവാൻ വനമാല ധരിച്ചിട്ടുണ്ട്. ഈ വനമാല ധരിച്ചിരിക്കുന്നത് സത്വരജസ് തമോ ഗുണങ്ങളെയാണ്. അതായത് ഈ 3 ഗുണങ്ങൾ ഇത് കലർന്ന മായയാണ്. അതായത് നമുക്കറിയാലോ, ഈ 3 ഗുണങ്ങൾ കൊണ്ടാണ് മായ പലതും സൃഷ്ടിക്കുന്നത്. അപ്പോൾ മായയുടെ പ്രതീകമായിട്ടാണ് വനമാലയെ കാണുന്നത്. പീതാംബരമാണെങ്കിലോ വേദത്തിൻ്റെ പ്രതീകമായിട്ടാണ് പീതാംബരത്തെ, ആ മഞ്ഞപ്പട്ടിനെ പ്രതിനിധീകരിക്കുന്നത് വേദങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഭഗവാന്റെ കുണ്ടലങ്ങൾ, മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള ആ കുണ്ടലങ്ങളോ സാഖ്യയോഗം, കർമ്മയോഗം ഇതിൻ്റെ എല്ലാം പ്രതീകമായിട്ടാണ് പറയുന്നത്. ഇനി കിരീടമാണെങ്കിലോ സത്യലോകത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇനി ഭഗവാന്റെ ശരീരത്തെ തന്നെ 14 ലോകങ്ങളായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതായത് ഭഗവാന്റെ പാദത്തിന്റെ താഴെയുള്ള ഭാഗം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? പാതാള ലോകത്തെയാണ് അത് കാണിക്കുന്നത്. ഇനി ഈ പാദത്തിന്റെ മുകൾ ഭാഗം അത് രസാതലത്തെയാണ് കാണിക്കുന്നത്. ഇനിയോ നെരിയാണിയുടെ ഭാഗം മഹാതലമാണ്. ഇനി കണങ്കാലാണെങ്കിലോ തലാതലം, മുട്ടുകൾ സുതലം. സുതലം എന്നാൽ നമുക്കറിയാലോ, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠാണ് സുതലം. അത് അധോലോകത്തിലാണെങ്കിൽ പോലും അത് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ധർമാർത്ഥ കാമ മോക്ഷങ്ങളായിട്ടുള്ള പുരുഷാർത്ഥങ്ങളെ ഒരു ചെപ്പിൽ അടച്ചു വെച്ചിരിക്കുന്നത് പോലെ ആ മുട്ടിൽ വെച്ചിരിക്കുകയാണ്. ആരാണോ ആ പാദത്തെ സ്പർശിക്കുന്നത് അവർക്ക് ആ ചെപ്പ് തുറന്ന് ഈ 4 പുരുഷാർത്ഥങ്ങളെയും ഭഗവാൻ നൽകുന്നു എന്നാണ് പറയുന്നത്. ഇനി തുടകളാണെങ്കിലോ അതലം വിതലം, ഈ 2 ലോകങ്ങളെ സൂചിപ്പിക്കുന്നു. അരക്കെട്ട് ക്ഷോണീതലം. ക്ഷോണീതലം എന്നാൽ എന്താണ്? ഭൂലോകാണ്, നാം എല്ലാം ജീവിക്കുന്ന ഭൂമിയാണ്. ഇനി അതിനു മുകളിലായിട്ട്
എന്ത് കാണാം? നാഭിയുണ്ട് ഭഗവാന്റെ. ആ നാഭി എന്തിനെ സൂചിപ്പിക്കുന്നുണ്ട്? ഭൂവർലോകത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭൂമിക്കും സ്വർഗത്തിനും ഇടയിലുള്ള ആ പ്രദേശം, അതായത് അമ്പരം, ആകാശത്തെ സൂചിപ്പിക്കുന്നു. ഇനി അതിന് താഴെയായിട്ട് മുകളിലായിട്ട് വക്ഷസ് ഉണ്ട്. ഈ വക്ഷസ് സ്വർഗലോകത്തെ, ദേവന്മാരുടെ ലോകമായ സ്വർഗലോകത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇനി കഴുത്താണെങ്കിലോ മഹർലോകം, മുനിമാരുടെ എല്ലാം ലോകത്തെയാണ് കഴുത്ത് പ്രതിനിധാനം ചെയ്യുന്നത്. ഇനി അദ്ദേഹത്തിന്റെ മുഖമാണെങ്കിലോ ജനലോകം. ജനലോകം എന്നാൽ പ്രജാപതിമാരുടെ ലോകാണ്, ആ ലോകത്തെ പ്രതിനിധാനം ചെയ്യുന്നു. നെറ്റിയാണെങ്കിലോ തപോലോകം, തപസ്വികളുടെ ലോകമാണ്. ഇനി കിരീടം, ശിരസ്, ഇത് സത്യലോകത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. സത്യലോകം എന്നാൽ ബ്രഹ്മലോകം, ബ്രഹ്മാവിന്റെ ലോകം. അപ്പോൾ ഭഗവാന്റെ ശരീരത്തെ ഈ 14 ഭാഗങ്ങളായിട്ട് വിഭജിച്ച് 14 ലോകങ്ങളുടെയും പ്രതീകമായിട്ടാണ് ഭഗവാന്റെ ശരീരത്തെ കാണുന്നത്. അപ്പോൾ ഇതിൽ ഈ 2 ശ്ലോകങ്ങൾ, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഈ 2 ശ്ലോകങ്ങളും നാരായണീയമാകുന്ന വേദത്തിലെ ഉപനിഷത്തായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമുക്കറിയാം സൂര്യനെ പോലും വെല്ലുന്ന കിരീടം, അതിന് താഴെ മനോഹരായിട്ടുള്ള നെറ്റിത്തടം, കാരുണ്യാകുല നേത്രം, ഭക്തനോടുള്ള കാരുണ്യം കൊണ്ട് ആകുലമായ നേത്രം കാണാം. കർണങ്ങളിൽ വെട്ടിത്തിളങ്ങുന്ന കുണ്ടലങ്ങൾ, മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കുണ്ടലങ്ങൾ, അത് പ്രകാശിപ്പിക്കുന്ന കവിൾത്തടം. ഇനി കണ്ഠത്തിലാണെങ്കിലോ കൗസ്തുഭരത്നം, വനമാല കൊണ്ട് പ്രകാശിക്കുന്ന വക്ഷസ്, കൈകളിൽ കേയൂരം, അങ്കദം ആദിയായ ആഭരണങ്ങൾ, 4 തൃക്കൈകളിൽ ധരിച്ചിരിക്കുന്ന ശംഖചക്ര ഗദാപത്മങ്ങൾ, ഉടുത്തിരിക്കുന്ന വേദമാകുന്ന മഞ്ഞപ്പട്ട്, അതിന് മുകളിലായിട്ട് അതിമനോഹരമായിട്ട് പ്രശോഭിക്കുന്ന അരഞ്ഞാണം, പത്മകാന്തി കൊണ്ട് ചിന്നുന്ന ആ സത്യധർമ്മ പ്രതീകങ്ങളായിട്ടുള്ള പാദങ്ങൾ. അപ്പൊ ഇതിനെ ആരാണോ ആശ്രയിക്കുന്നത്, ആ സത്യത്തെ ആരാശ്രയിക്കുന്നോ അവരെ ഭഗവാൻ തുണയ്ക്കും. അപ്പൊ സത്യമാണ് ഭഗവാൻ, സത്യമാണ് ഭഗവാൻ എന്ന് പറയാണ്. ഒരിക്കലും നശിക്കാത്ത, അതായത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നുമില്ല നശിക്കുന്നുമില്ല അല്ലെ. അപ്പോൾ ഒരിക്കലും നശിക്കാത്ത, ഉണ്ടാവാത്ത ആ ഭഗവാൻ എല്ലാ താപങ്ങളെയും നശിപ്പിക്കാൻ നമ്മളെ സഹായിക്കും. അങ്ങനെയുള്ള ആ ഭഗവാനെ നമ്മുടെ മനോമുകുരത്തിൽ എന്നും നമുക്ക് ദർശിക്കാൻ സാധിക്കണം. നമ്മൾ ഓരോ ഭക്തരുടെയും ഉള്ളിൽ അങ്ങനെയുള്ള ആ ഭഗവാൻ വിളങ്ങട്ടെ, പ്രകാശിക്കട്ടെ. വർണ്ണന നമ്മുടെ ഭക്തരുടെ ചിന്തകൾ മറ്റൊന്നിലേക്കും പോകാതെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേശാദിപാദ വർണ്ണന എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ 1-ാം ശ്ലോകത്തിൽ ആരംഭിച്ചതാണ് ഈ ഒരു വർണ്ണന അല്ലെ, കേശാദിപാദ വർണ്ണന. അപ്പോൾ കവി കാണുന്ന ആ ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് ചതുർബാഹു സ്വരൂപാണ്. ഈ ബാഹുക്കൾ ഓരോന്നും ശ്രീമത്താണെന്ന് പറയുന്നുണ്ട്. അതില് കേയൂരം, അങ്കദം, കങ്കണം എന്നീ ആഭരണങ്ങളെല്ലാം അണിഞ്ഞിട്ടുണ്ട്. കൈവിരലുകളിൽ അതിശ്രേഷ്ഠങ്ങളായിട്ടുള്ള രത്നങ്ങൾ പതിച്ച അങ്കുലീയങ്ങൾ പ്രകാശിക്കുന്നുണ്ട്. ഈ 4 കൈകളിലായിട്ടോ കൗമോദകി എന്ന ഗദ, പാഞ്ചജന്യം എന്ന ശംഖ്, സുദർശനം എന്ന ചക്രം, താമര, ഇതെല്ലാം ഭഗവാൻ ധരിച്ചിരിക്കുന്നുണ്ട്. ശോഭായമനമ, ആ ശോഭയാർന്ന ഒരു പീതാംബരം എന്ന പട്ട്, അത് ഭഗവാൻ അണിഞ്ഞിരിക്കുന്നു. ഈ പീതാംബരത്തെ അറയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഒരു കാഞ്ചന കാഞ്ചിയുടെ ദീപ്തി, അതായത് ആ സ്വർണം കൊണ്ട് തിളങ്ങുന്ന അതിമനോഹരമായിട്ടുള്ള അരഞ്ഞാണം, അത് ഈ പീതാംബരത്തിന്റെ മേലെ നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാന്റെ തൃപ്പാദങ്ങൾ എങ്ങനെയാണെന്നാണ് പറയുന്നത്? നിർമ്മലമായ ചെന്താമരപ്പൂ പോലെയായിട്ടുള്ള മൃദുവായ ചെമന്നു തുടുത്ത നയനാകർഷകമായിട്ടുള്ള ഒന്നാണ് ഭഗവാന്റെ പത്മപാദങ്ങൾ. അതിനെ വർണ്ണിക്കണമെന്ന് കവിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും അതിന് തൻ്റെ കവിത്വ ശക്തി പോരാന്ന് കണ്ട് അദ്ദേഹം അതിനെ വണങ്ങാണ്. അപ്പൊ ഈ 2 ശ്ലോകങ്ങൾ കൊണ്ട് വിവരിച്ചിട്ടുള്ള ഭഗവാന്റെ മൂർത്തിയെ സ്മരിക്കുന്നത് എല്ലാ ആർത്തികളെയും എല്ലാ ആഗ്രഹങ്ങളെയും ഛേദിക്കുന്നതാകയാൽ ആ മൂർത്തിയെ അദ്ദേഹം ആശ്രയിക്കുന്നു എന്ന് പറയാണ്. അപ്പൊ നമ്മളെയും ആ ആർത്തിഹരമായിട്ടുള്ള മൂർത്തിയെ ആശ്രയിക്കാൻ പരോക്ഷമായിട്ട് തന്നെ ഇവിടെ പട്ടേരിപ്പാട് നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ ഉപാസനയുടെ വിവിധ ഘട്ടങ്ങൾ ഇനിയുള്ള ദശകങ്ങളിലൊക്കെ വിസ്തരിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ഉപാസനാമൂർത്തിയിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അംഗപ്രത്യംഗ വർണ്ണനയെല്ലാം. അപ്പോൾ ഉപാസനാമൂർത്തിയുടെ ശരീരാവയവങ്ങൾ, ആടകൾ, ആഭരണങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാവങ്ങൾ, ചേഷ്ടകൾ, വിഭൂതികൾ, ഇതിനെ തുടങ്ങിയൊക്കെ വർണ്ണിക്കുന്ന ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ ഈ ഉപാസകന്റെ മനസ്സിൽ, ഉപാസകൻ ആരാണ്? നമ്മൾ ഓരോരുത്തരാണ്. നമ്മുടെ ഉപാസ്യമൂർത്തി ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. അങ്ങനെ നമ്മൾ ഓരോന്നും എടുത്തെടുത്ത് ജപിക്കുമ്പോൾ ചൊല്ലുമ്പോൾ എന്ത് സംഭവിക്കും? ഭഗവാന്റെ ആ ഒരു രൂപം നമ്മുടെ മനസ്സിൽ തെളിയും.
ഇല്ലേ? അങ്ങനെ ഓരോ ഭാഗത്തും ഭഗവാന്റെ ഓരോരോ രൂപത്തിന്റെ വർണ്ണനകള് എത്രമാത്രം നമ്മൾ ചൊല്ലുന്നോ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു രൂപത്തെ മനസ്സിൽ പിടിച്ചു നിർത്താനായിട്ട്, ഉറപ്പിച്ചു നിർത്താനായിട്ട് സാധിക്കും. അതിന് ഈ 2 ശ്ലോകങ്ങളും വളരെയധികം, നേരത്തെ പറഞ്ഞുല്ലോ, ഈ 2 ശ്ലോകങ്ങൾ നാരായണീയം എന്ന് പറയുന്നത് വേദാണെങ്കിൽ ഈ 2 ശ്ലോകങ്ങളും ഉപനിഷത്തുക്കൾക്ക് തുല്യാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ 2 ശ്ലോകങ്ങളിലൂടെ ഭഗവാനെ അതിമനോഹരായിട്ട് പട്ടേരിപ്പാട് വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ ഈ രൂപവർണ്ണനയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കട്ടെ. മറ്റുള്ള മോഹങ്ങളിൽ നിന്നെല്ലാം, ആർത്തികളെയെല്ലാം ഹരിക്കുന്ന ഭഗവാനെ നമ്മുടെ മനസ്സിൽ പിടിച്ചു കെട്ടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.